നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീനിവാസൻ ഇന്ന് പുലർച്ചെ അന്തരിച്ചത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ചെറിയ ഹാസ്യ റോളിലൂടെ മലയാള സിനിമയിലെത്തിയ ശ്രീനിവാസൻ പിൽക്കാലത്ത് മലയാള സിനിമ തന്നെ കീഴ്പ്പെടുത്തിയ ഒരവസ്ഥയിലേക്ക് വരികയാണ് ഉണ്ടായത്. ചെറുപ്പകാലം മുതൽ കലയോട് ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ശ്രീനിവാസൻ പയ്യന്നൂരും പരിസരത്തും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തിയതെന്നാണ് പഴയകാല തലമുറയ്ക്ക് കൃത്യമായിട്ട് അറിയാം. കഥ, തിരക്കഥ, സംവിധാനം ഒക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സർഗഭാവനയിൽ വിടർന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് സന്ദേശം. ആനുകാലിക സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ശ്രീനിവാസൻ അഭിനയിക്കുകയും ചെയ്ത സന്ദേശം ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിന്താവിഷയായ ശ്യാമള, ഇങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ ശ്രീനിവാസൻ്റേതായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിരവധി ജനഹൃദയങ്ങളിൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും അതായത് ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മിത്തുകളായിരുന്നു പലതും ശ്രീനിവാസൻ്റേതായിട്ട് ഉള്ളതെന്ന് പറയാം. നമുക്ക് തിരയിലൂടെയാണ് ആദ്യമായിട്ട് ചെറിയ റോഡിലൂടെ തിര എന്ന് പറയുന്ന ആ സിനിമയിലൂടെയാണ് ശ്രീനിവാസൻ ആദ്യമായിട്ട് വെള്ളിത്തിരയിലെത്തുന്നത്. ആ തിരയാണ് ഇന്ന് പുലർച്ചെ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ശ്രീനിവാസൻ ജനിച്ചത്. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പ് പാട്യത്താണ് ഇദ്ദേഹം കൃത്യമായി ജനിച്ചത്. ഒരു കാലത്ത് മലയാള സിനിമ നയിച്ചത് തന്നെ ശ്രീനിവാസനായിരുന്നു എന്ന് വേണം പറയാം. കാരണം അത്രക്കും കുടുംബ സദസ്സുകൾ ശ്രീനിവാസൻ്റെ സിനിമകൾ ആസ്വദിക്കാൻ എത്തിയിരുന്നു. വളരെ ചെറിയൊരു കഥാരൂപം എടുത്ത് അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. ഭയങ്കരമായിരുന്നു. ചിന്താവിഷയ ശ്യാമളയിലൊക്കെ ഉള്ളത് കരണ്ട് കട്ടിനെ കുറിച്ചും ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള സീരിയസായ മാറ്ററുകൾ വളരെ നർമ്മത്തിൽ ചാലിച്ച് പറയാനുള്ള കഴിവ് ശ്രീനിവാസൻ്റേത് മാത്രമാണെന്ന് നമുക്കറിയാം. ഒട്ടനവധി സിനിമകൾ മലയാളത്തിലെഴുതിയ പല സിനിമകൾ തന്നെ ഹാസ്യരൂപത്തിലൂടെ താൻ രചനയും സംവിധാനവും നിർവഹിച്ച പല സിനിമകളിലും ചെറിയ റോളുകൾ, നാമമാത്രമായ റോളുകളാണ്, അപ്രാപ്തമായ റോളുകളാണ് ശ്രീനിവാസൻ അഭിനയിച്ചതെന്ന് നമുക്ക് പറയാം. അതേപോലെ മുൻനിര നായകന്മാരായ മോഹൻലാലിൻ്റെ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ പോലും അദ്ദേഹം ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച് അതിനെ പൊലിപ്പിച്ച് കാണിക്കാനും മലയാളിയുടെ ഹൃദയങ്ങളിൽ എപ്പോഴും സ്ഥാനം പിടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വേണം നമുക്ക് കഴിയാം. കുറേ കാലമായി അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. അതിനിടയ്ക്ക് പച്ചക്കറി കൃഷിയൊക്കെ നടത്തി അദ്ദേഹം ഹരിത കൃഷി ഇനത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയും അടുത്ത കാലത്ത് അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും എന്നാലും ഈ ഒരു മാസം മുമ്പ് വരെ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം കുളിമുറിയിലല്ലോ തെന്നി വീഴുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണ് അയാളെ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഇന്ന് പുലർച്ചെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്നാണ്